ഇതുപോലെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ അറിയോ? ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ ആഡുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും. ഏതൊരു ബിസിനസ്സുകാരനും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ വരുന്ന ആഡായിട്ടും അല്ലാതെ വരുന്ന എൻക്വയറീസ് നിങ്ങൾ വാട്സപ്പിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഒരു ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിലേക്ക് പോയി ആളുകൾ എൻക്വയറി നടത്തുന്ന കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആളുകളുടെ ആ ഒരു രൂപത്തിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ വാട്സപ്പിലേക്ക് വരുന്നു. കാരണം വാട്സപ്പ് ഓൾറെഡി എല്ലാവരുടെയും ഫോണിലുള്ള ഒരു സംഭവമാണ്. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്, കൺവീനിയന്റ് ആണ്, റിയൽ ടൈം റിപ്ലൈ ആണ് ലഭിക്കുന്നത്. എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിപ്ലൈ ആവശ്യം. അപ്പൊ വാട്സപ്പിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ എല്ലാ ക്വറീസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്തിരുന്നു. അവർക്കും എൻക്വയറി നടത്തുന്നവർക്കും എളുപ്പമാണ്. നമുക്കും നമ്മുടെ കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ കോസ്റ്റ് സേവ് ചെയ്യാണ്. ഒരു എംപ്ലോയിനെ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കൂടാതെ ഇതിന്റെ എല്ലാം സ്പീഡ് കൂടുതലാണ്. ആ ഒരു സംഭവം അതിൽ താല്പര്യമുള്ളവരെ മാത്രം നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം വാട്സപ്പ് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിരിക്കാം, എന്തായിരിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിരിക്കാം, പ്ലസ് വാട്സപ്പിലേക്ക് ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് പിന്നെ നിങ്ങൾ CRM-ലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലേക്കോ എന്തിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു വാട്സപ്പ് ഇക്കോ സിസ്റ്റം അവിടെ ഒരു നമ്മളൊരു വിർച്വൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു API ഇതെല്ലാം അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ബേസിക് CRM അല്ലെങ്കിൽ ഒരു ബേസിക് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ എല്ലാ കോണ്ടാക്റ്റുകളോട് വരുന്നു. അവിടുന്ന് കൺവേർഷൻ ആയില്ല എങ്കിൽ പിന്നെ നമുക്ക് ഓരോ സമയത്ത് നമ്മൾ നിശ്ചയിക്കുന്ന ഓരോ സമയത്ത് ഓട്ടോമാറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് മെസ്സേജുകളും അല്ലെങ്കിൽ അടുത്ത അവരുടെ ഒരു ലീഡ് നർച്ചർ ചെയ്യാനുള്ള മെസ്സേജുകളും ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിലൂടെ കൊടുക്കുകയാണ്. ഇതിനെല്ലാം നമുക്ക് ഒരു CRM-ലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു CRM ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ. ഈ ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിൽ ഇങ്ങനെ നിങ്ങളുടെ മാർക്കറ്റിംഗിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, അല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. എനിവേ താങ്ക് യു സോ മച്ച്.